പിന്നെ UDF ഒരു ആത്മവിശ്വാസം ഇല്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ എല്ലാവരുടെയും പിന്നിൽ ഇങ്ങനെ ഏഷ്യ പോയിട്ട് സുരേഷ് കുറുപ്പ് പോകും എന്നുള്ള രീതിയിലേക്കാണ് പോകുന്നത്. സുരേഷ് കുറുപ്പിന്റെ പിന്നിലെയാണെന്ന് നാളെ MV ജയരാജൻ അവരെ കൂടെ വരുമെന്ന് അവർ പറഞ്ഞേക്കും. അപ്പോൾ നിങ്ങൾ കരുതണം. എന്നോട് ചോദിച്ചിട്ടേ എഴുതാവൂ. ഒരു കുറിപ്പ് പോകുന്നില്ല. ജോസ് കെ മാണിയല്ലേ കഴിഞ്ഞ ഒരാഴ്ച പോയ വാരത്തെ വാർത്തയുണ്ട്. ജോസ് കെ മാണി ഈ ജാതിയെ നയിക്കുമെന്ന് അദ്ദേഹം തന്നെ ഇപ്പോൾ പറഞ്ഞില്ലേ, ഇന്ന് രാവിലെ പറഞ്ഞില്ലേ. ഞാൻ തന്നെ ജാതിയെ നയിക്കും, എറണാകുളം മുതലുള്ള ആ ജാഥ അതിപ്പോൾ പത്തനംതിട്ടയിൽ നിന്ന് ആരംഭിക്കുക. പത്തനംതിട്ട മുതൽ എറണാകുളം വരെയുള്ള മധ്യമേഖല ജാഥയുടെ നായകൻ ആര്? ജോസ് കെ മാണി. എന്തായിരുന്നു കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ടുള്ള വാർത്തകൾ? ജോസ് കെ മാണി UDF പോകുന്നു, അഥവാ LDF വിടുന്നു. അപ്പോൾ അതുപോലെയുള്ള വാർത്തകൾ ഇനി വരും. LDF ജനങ്ങളാകെ വരാൻ പോകുന്നു എന്നതാണ് തെളിയിക്കുന്ന വസ്തുതകൾ. അല്ല, UDF പാർട്ടികൾ ഓരോന്നും എടുക്കേണ്ട നിലപാട് ആ പാർട്ടിയാണ് തീരുമാനിക്കേണ്ടത്. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, UDF അണിനിരന്ന ബഹുജനങ്ങൾ ഇന്ന് UDF തന്നെ 3-4 മുഖ്യമന്ത്രിമാർക്ക് വേണ്ടി തമ്മിലടി നടക്കുന്നത് കൊണ്ട് തന്നെ അവിടെ അങ്ങനെ നിൽക്കണമെന്നില്ല. പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ അതേ റിസൾട്ടായിരിക്കും നിയമസഭാ തെരഞ്ഞെടുപ്പിലെന്ന് പറയാൻ പറ്റില്ല. 2010 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഇതിനേക്കാൾ തിരിച്ചടി ഉണ്ടായിരുന്നു ഇടതുപക്ഷത്തിന്. അന്ന് 14-ൽ 6 ജില്ലാ പഞ്ചായത്തെ ഇടതുപക്ഷത്തിന് കിട്ടിയിരുന്നുള്ളൂ. ആ തിരിച്ചടിയിൽ നിന്ന് 2011 ഒരു വർഷം കഴിയുമ്പോഴേക്ക് നടന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇടതുപക്ഷത്തിന് 68 സീറ്റ് കിട്ടി. വിജയത്തോളം എത്തിയ പരാജയമായിരുന്നു അത്. 3 സീറ്റ് കൂടി കിട്ടിയാൽ അന്ന് ഇടതുപക്ഷം അധികാരത്തിൽ വന്നേനെ. അതുകൊണ്ട് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട്. ആ ആത്മവിശ്വാസം എന്ന് പറയുന്നത് ജനങ്ങൾക്ക് ഞങ്ങളൊന്നും ദ്രോഹം ചെയ്തിട്ടില്ല. ജനങ്ങൾക്ക് ആവശ്യമായതെല്ലാം ഇടതുപക്ഷ ഗവൺമെൻറ് ഒരുക്കിയിട്ടുണ്ട്. ഇടതുപക്ഷ ഗവൺമെൻറ് ജനങ്ങൾക്ക് വേണ്ടതെല്ലാം ചെയ്യുന്നു എന്ന് വന്നപ്പോൾ സാമ്പത്തികമായി സർക്കാരിനെ ബുദ്ധിമുട്ടിക്കാൻ നോക്കുന്നുണ്ട്. അത് കേന്ദ്രമാണ്. 1 ലക്ഷത്തിലേറെ കോടി രൂപയാണ് നികുതി വിഹിതം, ഗ്രാൻഡ്, പദ്ധതി വിഹിതം തുടങ്ങി വായ്പയെടുക്കാനുള്ള അനുമതി തുടങ്ങി വിവിധ ഇനങ്ങളിലായി ഗവൺമെൻറ്റിന് അർഹതപ്പെട്ടത് കേന്ദ്രം നിഷേധിക്കുന്നത്. ആ ഒരു സ്ഥിതിയെ അതിജീവിക്കേണ്ട പ്രവർത്തനത്തിലാണ് ഇടതുപക്ഷമുള്ളത്.